Hello my dear students, welcome to Learner's World. Today I talk about Module 3 Literature and Ideology Part 2. In our previous class, we read a passage from Charlotte Bronte's famous novel Jane Eyre to find out how male ideology is embedded in it. Okay. Then we read a passage by Maya Angelou showing how black women are doubly marginalized. Okay. Now I talk about identifying subject and object. The subject is one who has the power. അതായത് പവറുള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് ഈസ് വൺ ഓൺ വൂം ദ പവർ ഈസ് എക്സസൈസ്ഡ്. അതായത് ആരുടെ മേലാണ് പവർ എക്സസൈസ് ചെയ്യുന്നത് അവരെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് ഈസ് ദ ഒപ്രസർ ആൻഡ് ഒബ്ജക്റ്റ് ഈസ് ദ ഒപ്രസ്ഡ്. In the passage from Arundhati Roy's The God of Small Things, the Paravan community is the object and the upper class is the subject. അതായത് നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ആ സമയത്ത് പരവൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ലോവർ കാസ്റ്റ് പീപ്പിൾസിനെയാണ് പരവൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പർ ക്ലാസ് പീപ്പിൾസ് ആയിട്ടുള്ള പപ്പച്ചീസ് ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പപ്പച്ചീസ് ഫാമിലി പരവൻസ് കമ്മ്യൂണിറ്റിനെ വളരെ ബാഡായിട്ടാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു ഗോഡ് ഓഫ് സ്മാൾ തിങ്സിൽ നമുക്ക് പരവൻസിനെ ഒരു ഒബ്ജക്റ്റായിട്ട് കാണാൻ കഴിയും. കാരണം പരവൻസ് ഒപ്രസ്ഡ് ആണ് എന്നാണ് പറയുന്നത്. അവർ ലോവർ കാസ്റ്റ് ആയതുകൊണ്ട് തന്നെ അപ്പർ ക്ലാസ് പീപ്പിൾസ് പരവൻസിനെ ഒപ്രസ് ചെയ്യുന്നു. അവരുടെ മേൽ അപ്പർ ക്ലാസ് പീപ്പിൾസ് ഡോമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹിയർ പരവൻസ് ഈസ് ദ ഒബ്ജക്റ്റ് ആൻഡ് അപ്പർ ക്ലാസ് ഈസ് ദ സബ്ജക്റ്റ് ബിക്കോസ് അപ്പർ ക്ലാസ് ഈസ് ദ ഒപ്രസർ. ഓക്കെ. In Jane Eyre, the narrator woman is the object and Mr. Rochester man is the subject. ജെയിൻ എയറിൽ നരേറ്റർ വുമൺ മീൻസ് ജെയിൻ എയർ തന്നെയാണ് നരേറ്റർ. അപ്പോൾ ഇവിടെ നരേറ്റർ വുമൺ ഈസ് ദ ഒബ്ജക്റ്റ് ബിക്കോസ് വുമൺ ഈസ് ഒപ്രസ്ഡ് ആൻഡ് മിസ്റ്റർ റോജസ്റ്റർ മാൻ ഈസ് ദ സബ്ജക്റ്റ് ബിക്കോസ് മാൻ ഈസ് ഒപ്രസർ. ഓക്കെ. In Maya Angelou's The Graduation, the narrator black woman is the object and the white is the subject. മായ അഞ്ജലിയുടെ ദ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിൽ നമുക്ക് കാണാൻ കഴിയും. അതിലുള്ള നരേറ്റർ ബ്ലാക്ക് വുമൺ ആണ് ഒബ്ജക്റ്റ്. കാരണം ബ്ലാക്ക് വുമൺ രണ്ട് രീതിയിൽ ഒപ്രസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ബ്ലാക്ക് എന്നുള്ള രീതിയിൽ ഒപ്രസ് ചെയ്യുന്നുണ്ട്, അതുപോലെ വുമൺ എന്നുള്ള നിലയിൽ ഒപ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് വുമൺ എന്നുള്ളത് ഒരു ഒപ്രസ്ഡ് ആണ്, അതുകൊണ്ട് അത് ഒബ്ജക്റ്റാണ്. ആൻഡ് ദ വൈറ്റ് ഈസ് ദ സബ്ജക്റ്റ്. വൈറ്റ് എന്നുള്ളത് ഒരു ഒപ്രസറാണ്, അതുകൊണ്ട് അത് സബ്ജക്റ്റാണെന്നാണ് പറയുന്നത്. ഫ്രം ദീസ് എക്സാമ്പിൾസ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സം സോഷ്യൽ ഗ്രൂപ്പ്സ് കാറ്റഗറീസ് വിമൻ ഓർ ബ്ലാക്സ് ദളിത് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദ പ്രിവിലേജ് ഓഫ് ലാംഗ്വേജ്, നോളജ്, മെറ്റീരിയൽ വെൽത്ത്, ഹൈ കൾച്ചർ ആൻഡ് മെയിൻ സ്ട്രീം സോഷ്യൽ സ്പേസസ്. നമുക്ക് ഈ ഒരു എക്സാമ്പിൾസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, അതായത് ഒരു പെർട്ടിക്കുലർ സോഷ്യൽ ഗ്രൂപ്പ്, അതായത് വിമൺ, ബ്ലാക്ക്, ദളിത്, ഇവരൊക്കെ പ്രിവിലേജ് ഓഫ് ലാംഗ്വേജിൽ നിന്നും നോളജിൽ നിന്നും മെറ്റീരിയൽ വെൽത്തിൽ നിന്നും ഹൈ കൾച്ചറിൽ നിന്നൊക്കെ എന്താണ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് അവരൊക്കെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു എക്സാമ്പിൾസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദെൻ ഐ ടോക്ക് അബൌട്ട് a YouTube link is referred in the textbook, page number 90. It is an ad of Fair and Lovely. അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 90 ഒരു യൂട്യൂബ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫെയർ ആൻഡ് ലവ്ലിയുടെ ഒരു ആഡാണ് കൊടുത്തിട്ടുള്ളത്. യു ക്യാൻ സീ ദ ഇമേജസ് ഫ്രം ദ ആഡ്. ആ ആഡിൽ നമുക്ക് ഒരുപാട് ഇമേജസ് കാണാൻ കഴിയും. ദ ഇമേജ് ഓഫ് എ സാഡ് വുമൺ, ഒരു സാഡ് വുമണിൻ്റെ ഇമേജ് കാണാൻ കഴിയും. ഹൂ ഈസ് ഡാർക്ക് കോംപ്ലക്ഷൻ, അവളുടെ കോംപ്ലക്ഷൻ എന്ന് പറയുന്നത് ഡാർക്കാണ്. ആൻഡ് ഷീ ഈസ് അൺഎബിൾ ടു ഗെറ്റ് എ ജോബ്. അവളുടെ കോംപ്ലക്ഷൻ സ്കിന്ന് ഡാർക്ക് ആയതുകൊണ്ട് തന്നെ അവൾക്കൊരു ജോബൊന്നും കിട്ടുന്നില്ല. ദെൻ ഷീ യൂസസ് ഫെയർ ആൻഡ് ലവ്ലി. ദർ ഈസ് എ ഗ്രാജുവൽ പ്രോഗ്രസ് ഇൻ ഹെർ കോംപ്ലക്ഷൻ. അവൾ ഫെയർ ആൻഡ് ലവ്ലി യൂസ് ചെയ്യാൻ തുടങ്ങിയതോട് കൂടിയിട്ട് അവളുടെ കോംപ്ലക്ഷന് നല്ലൊരു ഗ്രാജുവൽ പ്രോഗ്രസ് ഉണ്ടായി എന്നാണ് പറയുന്നത്. ദെൻ എ ഫെയർ വുമൺ ഷീ വിൻസ് ദ ജോബ്. എന്നിട്ട് അവൾക്ക് ഫെയർ വുമൺ ആയതുകൊണ്ട് അവൾക്ക് ജോബൊക്കെ കിട്ടിയെന്നാണ് പറയുന്നത്. ഓക്കെ. According to the advertisement, the model in the ad got the job of the aerostess on account of her fair skin. അപ്പോൾ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ പറയുന്നത് ഈ ഒരു മോഡലിന് എയറോസ്റ്റസ് ആയിട്ട് ജോബ് കിട്ടാനുള്ള കാരണം അവളുടെ ഫെയർ സ്കിന്നാണെന്നാണ് പറയുന്നത്. നോട്ട് ബിക്കോസ് ഓഫ് ഹെർ അതർ അക്കംപ്ലിഷ്മെൻറ്റ്.
അവളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊണ്ടൊന്നല്ല അവൾക്ക് ജോലി കിട്ടിയത്, അവളുടെ ഫെയർ സ്കിന്നാണെന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ ഈ ഒരു സൊസൈറ്റിയിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഫെയർ എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു പവർ ഇമ്പോസ് ചെയ്തിട്ടാണ് അവൾക്ക് ജോലി കിട്ടിയത് എന്നാണ് പറയുന്നത്. The advertisement, like every text, creates meaning through language and images. അതായത് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എവരി ടെക്സ്റ്റ് ക്രിയേറ്റ്സ് മീനിങ് ത്രൂ ലാംഗ്വേജ് ആൻഡ് ഇമേജസ്. ലാംഗ്വേജിലൂടെയും ഇമേജസിലൂടെയും എല്ലാ ടെക്സ്റ്റും മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. The term discourse is chosen by Michel Foucault to describe the connection between power, knowledge and language. അതായത് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഒരു ഡിസ്കോഴ്സ് എന്നുള്ള ടേം നമുക്ക് പഠിക്കാനുണ്ട്. അത് യൂസ് ചെയ്തിട്ടുള്ള മിഷേൽ ഫുക്കോയാണ്. അദ്ദേഹം അതായത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് കണക്ഷൻ ബിറ്റ്വീൻ പവർ, നോളജ് ആൻഡ് ലാംഗ്വേജ്. അതായത് പവറും നോളജും ലാംഗ്വേജും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഈ ഒരു ഡിസ്കോഴ്സിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഫുക്കോ ഐഡൻറ്റിഫൈ ഹൗ നോളജ് ഈസ് യൂസ് ടു അക്വയർ പവർ ആൻഡ് ഹൗ ഇറ്റ് ഈസ് യൂസ് ടു കൺട്രോൾ ദ പവർലെസ്. അതായത് ഫുക്കോ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് നോളജ് പവർ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് ഈ ഒരു പവർ യൂസ് ചെയ്തിട്ട് പവർലെസ് പീപ്പിൾസിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഫൂക്കോ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. നൗ we are going to analyze a short narrative by George Orwell. It is called A Hanging, written by George Orwell. George Orwell was born in 1903 and died in 1950. He was an English novelist, essayist, journalist and critic. He worked in British Imperial Police from 1922 to 1927. അദ്ദേഹം ബ്രിട്ടീഷ് ഇമ്പീരിയൽ പോലീസിൽ 1922 to 1927 വർക്ക് ചെയ്തിട്ടുണ്ട്. ദിസ് നരേറ്റീവ് ഡിസ്ക്രൈബ് ആൻ എക്സ്പീരിയൻസ് ഫ്രം ദാറ്റ് പീരിയഡ്. അപ്പോൾ ആ ഒരു പീരിയഡിൽ ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസസ് ഒക്കെയാണ് ഈ ഒരു നരേറ്റീവിൽ പറയുന്നത്. ഇറ്റ് ടെൽസ് അബൌട്ട് ദ എക്സിക്യൂഷൻ ഓഫ് എ ക്രിമിനൽ. ഇതിൽ പറയുന്നത് ഒരു ക്രിമിനലിനെ വധശിക്ഷയ്ക്ക് വിധിച്ച സമയത്തുണ്ടായിട്ടുള്ള കാര്യങ്ങൾ, എക്സ്പീരിയൻസസ് ആണ് ഇതിൽ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എ ഹാങ്ങിങ്. ഇറ്റ് വാസ് എ റെയിനി മോർണിംഗ് ഇൻ ബർമ. ബർമയിൽ നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു. വി വേർ വെയിറ്റിംഗ് ഔട്ട് സൈഡ് ദ ജയിൽ സെൽസ് വിച്ച് ലുക്ക്ഡ് ലൈക്ക് ആനിമൽ കേജസ്. ഞങ്ങൾ ജയിൽ സെൽസിൻ്റെ, അതായത് ജയിലിൻ്റെ പുറത്ത് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഈ ഒരു ജയിൽ എന്ന് പറയുന്നത് ലുക്ക് ലൈക്ക് ആനിമൽ കേജസ്, അതായത് ഈ മൃഗങ്ങളൊക്കെ അടച്ചിട്ടുള്ള ഒരു കൂട് പോലെയാണ് ജയിൽ എന്നാണ് പറയുന്നത്. ഈച്ച് സെൽ വാസ് 10 feet by 10 feet. അതായത് ആ സെല്ലിൻ്റെ ഒരു വീതി 10 feet, അതുപോലെ 10 feet നീളമാണ് ആ ഒരു സെല്ലിനുള്ളതെന്നാണ് പറയുന്നത്. ഇൻ ഇറ്റ് ദർ വാസ് ഓൺലി എ വുഡൻ ബെഡ്. ആ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ഒരു വുഡൻ ബെഡ് ഉണ്ട്. ആൻഡ് എ പോട്ട് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ വെച്ചിട്ടുണ്ട്. ഇൻ സം സെൽസ് ബ്രൗൺ മെൻ വേർ സിറ്റിംഗ്. ചില സെല്ലുകളിലൊക്കെ ബ്രൗൺ മെൻ അവിടെ ഇരിക്കുന്നുണ്ട്. ദേ കവേർഡ് ദെയർ ബോഡീസ് വിത്ത് ബ്ലാങ്കറ്റ്സ്. അവരുടെ ബോഡിയൊക്കെ ബ്ലാങ്കറ്റ്സ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ദേ വേർ ടു ബി ഹാങ്ഡ് ഇൻ എ വീക്ക് ഓർ 2. അവർ ഒരു വീക്കിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ വീക്കിലോ ഒക്കെ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവരാണെന്നാണ് പറയുന്നത്. വൺ പ്രിസണർ വാസ് ബ്രോട്ട് ഔട്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു പ്രിസണറെ പുറത്തേക്ക് കൊണ്ടുവന്നത്. ഹി വാസ് എ തിൻ ഹിന്ദു. അദ്ദേഹം വളരെ മെലിഞ്ഞിട്ട് ഉള്ള ഒരാളായിരുന്നു. ഹിസ് ഹെഡ് വാസ് ഷേവൻ ആൻഡ് ഹിസ് ഐസ് വേർ ലിക്വിഡ്. അദ്ദേഹത്തിൻ്റെ ഹെഡ് ഷേവ് ചെയ്തിട്ടുണ്ട്. കണ്ണുകളിൽ നിന്നൊക്കെ ലിക്വിഡ് വെള്ളമൊക്കെ വരുന്നുണ്ട്. ഈ ഹാഡ് എ തിക്ക് മൊസ്റ്റാഷ്. അദ്ദേഹത്തിൻ്റെ തിക്കായിട്ടുള്ള മൊസ്റ്റാഷൊക്കെ ഉണ്ട്. ടു ബിഗ് ഫോർ ഹിം ആൻഡ് ഹി ലുക്ക് ലൈക്ക് എ കൊമേഡിയൻ ഇൻ എ ഫിലിം. അദ്ദേഹത്തിനെ കണ്ടാൽ ഒരു ഫിലിമിലുള്ള ഒരു കൊമേഡിയൻ്റെ ഒരു ലുക്കാണെന്നാണ് പറയുന്നത്. 6 Indian ഗോഡ്സ് വെർ ഗെറ്റിംഗ് ഹിം റെഡി ഫോർ ഹാങ്ങിങ്. അങ്ങനെ അവനെ ആ ഒരു പ്രിസണറെ ആനയിച്ച് കൊണ്ട് 6 Indian ഗോഡ്സ് ഉണ്ട്. അവർ ഇവനെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. 2 stood by with rifles and bayonets. 2 others handcuffed him. അതായത് 2 പേരുടെ കയ്യിൽ വലിയ മാരകമായ തോക്കുകളൊക്കെ പിടിച്ചിട്ടാണ് അവർ വരുന്നത്. 2 others handcuffed him. ബാക്കി 2 പേര് എന്താ ചെയ്യുന്നത്, അവൻ്റെ കയ്യിൽ വിലങ്ങിട്ടിട്ടുണ്ട്. ആൻഡ് ദേ പാസ്ഡ് എ ചെയിൻ ത്രൂ ഹിസ് ഹാൻഡ്കഫ്സ് ആൻഡ് ഫിക്സഡ് ഇറ്റ് ടു ദെയർ ബെൽറ്റ്സ്. അതായത് അവൻ്റെ കയ്യിലുള്ള വിലങ്ങിലൂടെ ഒരു ചെയിൻ കണക്ട് ചെയ്തിട്ട് ഇവരുടെ ബെൽറ്റിൽ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ദേ സ്റ്റൂഡ് ക്ലോസ് ടു ഹിം ഹോൾഡ് ഹിം.
അവർ രണ്ടുപേരും ഇവനിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് വാസ് ലൈക്ക് മാൻ ഹാൻഡ്ലിങ് എ ഫിഷ് വിച്ച് ഈസ് സ്റ്റിൽ അലൈവ് ആൻഡ് മേ ജംപ് ബാക്ക് ഇൻ ടു വാട്ടർ. അതായത് ഇവരിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഏതുപോലെയാണ്, അതായത് ഒരു ഫിഷിനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ആ ഫിഷ് വെള്ളത്തിലേക്ക് ചാടാതെ നമ്മൾ സൂക്ഷിച്ച് പിടിച്ചുകൊണ്ടിരിക്കും അല്ലേ. അത് വെള്ളത്തിലേക്ക് ചാടിയാൽ അത് വീണ്ടും ജീവിതത്തിലേക്ക് പോകുകയാണ്. അതുപോലെയാണ് എന്ത് ഈ ഒരു പ്രിസണറെ ഈ ഒരു ഗോഡ്സ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ബട്ട് ഹി സ്റ്റൂഡ് ദർ ആസ് ഇഫ് ഹി ഡിഡ് നോട്ട് ഈവൻ കെയർ വാട്ട് വാസ് ഹാപ്പനിങ്. പക്ഷെ അവൻ എന്ത് ചെയ്യുന്നത്, അവൻ അതുപോലെ തന്നെ ഇരിക്കുന്നത്, അവന് എന്തൊക്കെയാണ് സംഭവിക്കുന്നതൊന്നും അവന് കെയർ ചെയ്യുന്നില്ല. ഇറ്റ് വാസ് 8 o'clock ആൻഡ് എ ബ്യൂഗിൾ കാൾ വാസ് ഹേർഡ്. അങ്ങനെ 8 o'clock ആയപ്പോൾ ഒരു കാഹളം മുഴങ്ങി, അതായത് ഒരു സിഗ്നലിനുള്ള ഒരു കാഹളം മുഴങ്ങി. ദ സൂപ്രണ്ടൻറ്റ് ഓഫ് ദ ജയിൽ റൈസ്ഡ് ഹിസ് ഹെഡ് അറ്റ് ദ സൗണ്ട്. അത് കേട്ടപ്പോൾ അവിടുത്തെ സൂപ്രണ്ടൻറ്റ് എന്ത് ചെയ്തു, തല ഉയർത്തി നോക്കി. ഹി വാസ് ആൻ ആർമി ഡോക്ടർ വിത്ത് എ ടൂത്ത് ബ്രഷ് മുസ്റ്റാഷ്. അതായത് ഒരു ടൂത്ത് ബ്രഷിൻ്റെ പോലെയുള്ള ഒരു മുസ്റ്റാഷ് ഉള്ള ഒരു ആർമി ഡോക്ടറായിരുന്നു സൂപ്രണ്ടൻറ്റ്. ഹി ഹാഡ് എ റഫ് വോയിസ്. അവൻ്റെ വോയിസ് വളരെ പരുക്കനായിട്ടുള്ള ഒരാളായിരുന്നു. ഹി സെഡ്, ഫ്രാൻസിസ് ഹറി അപ്പ്, ദ മെൻ ഷുഡ് ഹാവ് ബീൻ ഡെഡ് ബൈ നൗ. അപ്പോൾ അദ്ദേഹം പറയണത്, ഫ്രാൻസിസ് ഹറി അപ്പ്, പെട്ടെന്ന് ആ ഒരു ആളെ തൂക്കിക്കൊല്ലേണ്ട സമയമായിട്ടുണ്ട്, പെട്ടെന്ന് അവനെ റെഡിയാക്കുക. ഫ്രാൻസിസ് വാസ് ദ ഹെഡ് ജയിലർ. ഫ്രാൻസിസ് ആയിരുന്നു ജയിലറിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. ഹി വോർ ഗോൾഡ് സ്പെക്ടക്കിൾസ്. അവനൊരു ഗോൾഡ് കളറിലുള്ള സ്പെക്ടക്കിൾസ് ധരിച്ചിട്ടുണ്ട്. ഹി വേവ്ഡ് ഹിസ് ഹാൻഡ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഫ്രാൻസിസ് കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് പറഞ്ഞു, ഹി സെഡ് ദാറ്റ് എവറിത്തിങ് വാസ് ഓൾ റൈറ്റ് ആൻഡ് ദ ഹാങ്മാൻ വാസ് വെയിറ്റിംഗ് ആൻഡ് ദേ വുഡ് ഗോ സൂൺ. അപ്പോൾ അവൻ കൈകൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, എന്ത്, എല്ലാം ഓക്കെയാണ്, ദ ഹാങ്മാൻ, അതായത് ആരാച്ചാറൊക്കെ റെഡിയാണ്, തൂക്കിക്കൊല്ലാനൊക്കെ റെഡിയാണെന്ന് പറഞ്ഞു. ദ സൂപ്രണ്ടൻറ്റ് സെഡ് ദേ മസ്റ്റ് ഹറി ആസ് ദ പ്രിസണേഴ്സ് വുഡ് നോട്ട് ഗെറ്റ് ദെയർ ബ്രേക്ക്ഫാസ്റ്റ് അണ്ടിൽ ദ ജോബ് വാസ് ഓവർ. അപ്പോൾ സൂപ്രണ്ടൻറ്റ് പറഞ്ഞത് പെട്ടെന്ന് ചെയ്യണം, കാരണം ബാക്കിയുള്ള പ്രിസണേഴ്സിനൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ജോലി കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ. വി മൂവ് ടു ദ ഗ്യാലോസ്. അങ്ങനെ ഞങ്ങൾ തൂക്കുമരത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. 2 വാർഡേഴ്സ് മാർച്ച്ഡ് ഓൺ ഈതർ സൈഡ് ഓഫ് ദ പ്രിസണർ. 2 വാർഡേഴ്സ് പ്രിസണറുടെ സൈഡിൽ നിൽക്കുന്നുണ്ട്. 2 others മാർച്ച് ക്ലോസ് അഗെയിൻസ്റ്റ് ഹിം. 2 പേര് അവൻ്റെ അടുത്ത് ആയിട്ട് നടന്നു പോകുന്നുണ്ട്. ദ അതേഴ്സ് ഇൻക്ലൂഡിങ് ദ മജിസ്ട്രേറ്റ് ഫോളോഡ് ബിഹൈൻഡ്. ബാക്കിയുള്ള ആളുകൾ മജിസ്ട്രേറ്റ് ഇൻക്ലൂഡഡ് ആയിട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ പുറകിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സഡൻലി ഇറ്റ് ജംപ്ഡ് അപ്പ് ആൻഡ് ട്രൈഡ് ടു ലിക്ക് ദ ഫേസ് ഓഫ് ദ പ്രിസണർ. സഡൻലി ഒരു ഡോഗ് അവരുടെ മുമ്പിലേക്ക് ചാടി. എന്നിട്ടോ അത് ഈ ഒരു പ്രിസണറെ ലിക്ക് ചെയ്യാൻ, അതായത് ഈ ഒരു പ്രിസണറുടെ ഫേസ് ലിക്ക് ചെയ്യാൻ ശ്രമിച്ചു. ആൾവർ സർപ്രൈസ്ഡ്. ആ സമയത്ത് എല്ലാവരും ഭയങ്കര സർപ്രൈസ്ഡ് ആയി എന്നാണ് പറയുന്നത്. സോ സൂപ്രണ്ടൻറ്റ് ആസ്ക്ഡ് ദം ടു ക്യാച്ച് ഇറ്റ്. അപ്പോൾ സൂപ്രണ്ടൻറ്റ് പറഞ്ഞു ആ ഒരു ഡോഗിനെ ക്യാച്ച് ചെയ്യാൻ. എ വാർഡർ ട്രൈ ടു ക്യാച്ച് ഇറ്റ്. അപ്പോൾ വാർഡർ ആ ഡോഗിനെ ക്യാച്ച് ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് ദ ഡോഗ് ഡാൻസ്ഡ് അറൗണ്ട് ഹി അവോയ്ഡ് ഹിം. ആ സമയത്താണ് ആ ഡോഗ് എന്ത് ചെയ്തത്, അവർക്ക് ചുറ്റും ഡാൻസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അവർക്ക് അതിനെ കോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അനദർ ജയിലർ പിക്ക്ഡ് അപ്പ് സ്റ്റോൺസ് ആൻഡ് ട്രൈ ടു സ്റ്റോൺ ദ ഡോഗ് അവേ. വേറൊരു ജയിലർ എന്ത് ചെയ്തു, ആ ഒരു ഡോഗിനെ കല്ലെറിഞ്ഞ് ഓടിക്കാൻ നോക്കി. പക്ഷെ അവൻ്റെ ശരീരത്തിൽ ആ കല്ലൊന്നും കൊണ്ടില്ല എന്നാണ് പറയുന്നത്. ബട്ട് ദ ഡോഗ് ഡോഡ്ജ്ഡ് ദ സ്റ്റോൺസ്. ദ പ്രിസണർ ലുക്ക്ഡ് ഓൺ ആസ് ഇറ്റ് വാസ് പാർട്ട് ഓഫ് ദ ഹാങ്ങിങ് പ്രോസസ്സ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പ്രിസണർ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവനെ ഈ ഒരു ഹാങ്ങിങ്ങിൻ്റെ, അതായത് ഈ തൂക്കിക്കൊല്ലാൻ പോകുന്നതിൻ്റെ പ്രോസസ്സാണ് അതൊക്കെയെന്ന് കരുതിയിട്ട് അവനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഫൈനലി സംവൺ കോട്ട് ദ ഡോഗ്. അങ്ങനെ ഫൈനലി ആരോ ഒരാൾ ഡോഗിനെ പിടിച്ചു. മൈ ഹാൻഡ് കർച്ചീഫ് വാസ് പുട്ട് ത്രൂ ഇറ്റ്സ് കോളർ. ദ ഡോഗ് സ്റ്റിൽ ട്രൈങ് ടു ഗെറ്റ് അവേ ആൻഡ് മേക്കിംഗ് സം നോയ്സ്. എൻ്റെ ഹാൻഡ് കർച്ചീഫ് അവൻ്റെ ആ ഡോഗിൻ്റെ കഴുത്തിലിട്ടിട്ടാണ് ആ ഡോഗിനെ പിടിച്ചത്. ഈ ഡോഗ് കുതറി മാറാൻ ശ്രമിക്കുന്നുണ്ട്, എന്തൊക്കെയോ നോയ്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് അബൌട്ട് 40 yards ടു ദ ഗ്യാലോസ്. അതായത് ഇവിടുന്ന് ഗ്യാലോസിലേക്ക് തൂക്കുമരത്തിലേക്ക് 40 അടി ഉണ്ട് എന്നാണ് പറയുന്നത്. ഐ ലുക്ക്ഡ് അറ്റ് ദ ബാക്ക് ഓഫ് ദ പ്രിസണർ മാർച്ചിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഞാൻ എന്ത് ചെയ്തു, ആ ഒരു പ്രിസണറുടെ ബാക്ക് ഞാൻ ശ്രദ്ധിച്ചു. ഹി വാക്ക്ഡ് ക്ലംസ്ലി ബട്ട് സ്റ്റഡിലി. അദ്ദേഹം നല്ല സ്റ്റഡി ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിസ് ഫീറ്റ് വർ മേക്കിംഗ് മാർക്സ് ഓൺ ദ വെറ്റ് ഗ്രേവൽ. ആ ഒരു വെറ്റായിട്ടുള്ള ഗ്രേവൽ, അതായത് വെറ്റായിട്ടുള്ള ഒരു ചരലിൽ അദ്ദേഹത്തിൻ്റെ കാലുകളുടെ ഫുട് പ്രിൻറ്റ്സൊക്കെ
മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ് ടു ദിസ് ടൈം ഐ ഹാഡ് നെവർ തോട്ട് വാട്ട് ഇറ്റ് മീൻസ് ടു ഡിസ്ട്രോയ് എ ഹെൽത്തി കോൺഷ്യസ് മാൻ. ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല ഇത്രയും ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ജീവിതം ഇല്ലാതാക്കുന്നതിനെ കുറിച്ചിട്ട് ഞാൻ ഇപ്പോഴും ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. വെൻ ഐ സോ ദ പ്രിസണർ സ്റ്റെപ്പിംഗ് അസൈഡ് ടു അവോയ്ഡ് ദ പഡിൽ ഓൺ ദ പാത്ത്. അങ്ങനെ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്ത്, പ്രിസണർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പഡിലുണ്ടായിരുന്നു, അതായത് നടപ്പ് അതേൽ കുറച്ച് ചെളിക്കുണ്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് മാറിയിട്ടാണ് പ്രിസണർ നടക്കുന്നത്. ഐ സോ ദ അൺസ്പീക്കബിൾ വ്രോങ്നെസ് ഓഫ് കട്ടിങ് ഓഫ് ലൈഫ് ഷോർട്ട്. ഞാൻ ഇപ്പോഴാണ് കാണുന്നത് എന്ത്, വ്രോങ്നെസ് ഓഫ് കട്ടിങ് ഓഫ് ലൈഫ് ഷോർട്ട്, അതായത് ഒരാളുടെ ജീവിതം ഇല്ലാതാക്കുന്നതിൻ്റെ ഒരു വ്രോങ്നെസ്, ഒരു തെറ്റ് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ദിസ് മാൻ വാസ് നോട്ട് ഡൈയിങ്. ഈ മനുഷ്യൻ ഇപ്പോൾ മരിച്ചിട്ടില്ല. ഹി വാസ് അലൈവ് അസ് ആൾ ഓഫ് അസ്. നമ്മളെയൊക്കെ പോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾ ദ ഓർഗൻസ് ഓഫ് ഹിസ് ബോഡി വർ വർക്കിംഗ്. അദ്ദേഹത്തിൻ്റെ ബോഡിയിലുള്ള എല്ലാ ഓർഗൻസും വർക്കിംഗ് ആണ്. ഹിസ് നെയിൽസ് ഗ്രോയിങ്. അദ്ദേഹത്തിൻ്റെ നഖങ്ങളൊക്കെ വളരുന്നുണ്ട്. ആൻഡ് ദ ടിഷ്യൂസ് ഫോമിങ്. ഹിസ് നെയിൽസ് വിൽ ബി ഗ്രോയിങ് ഈവൻ ആസ് ഹി ഫോൾസ് ത്രൂ ദ എയർ വിത്ത് ദ നോട്ട് ഓൺ ഹിസ് നെക്ക്. അതായത് അദ്ദേഹം തൂക്കിലേറ്റുന്നത് വരെ അദ്ദേഹത്തിൻ്റെ നെയിലൊക്കെ എന്താണ്, അതായത് നഖങ്ങളൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. ഹിസ് ഐസ് സോ എവറിത്തിങ് ആൻഡ് ഹിസ് ബ്രെയിൻ വാസ് റീസണിങ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ എന്താണ്, വർക്കിംഗ് ആണ്. ആൻഡ് വി വർ വാക്കിംഗ് ടുഗദർ ആൻഡ് ഇൻ 2 minutes ഹി വുഡ് ബി ഗോൺ, വൺ മൈൻഡ് ലെസ്, വൺ വേൾഡ് ലെസ്. അതായത് ഞാനും അവനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുമിച്ച്. 2 minutes കഴിഞ്ഞാൽ എന്താണ്, അവൻ ഈ ലോകത്തിൽ നിന്നും ഇല്ലാതാകും. വൺ മൈൻഡ് ലെസ്, ഒരു മൈൻഡ് എന്താണ് ഇല്ലാതാകും. ആൻഡ് വൺ വേൾഡ് ലെസ്, ഒരു ലോകം ഇല്ലാതാകും. ദ ഗാലോസ് സ്റ്റൂഡ് ഇൻ എ സ്മോൾ യാർഡ്. അതായത് ഒരു ചെറിയ മുറ്റത്താണ് ഈ ഒരു ഗാലോസ് സ്ഥിതി ചെയ്യുന്നത്, അതായത് ഈ തൂക്കുമരം സ്ഥിതി ചെയ്യുന്നത്. ദ ഹാങ്മാൻ, എ ഗ്രേ ഹെയർഡ് കൺവിക്ട് ഇൻ ദ വൈറ്റ് യൂണിഫോം ഓഫ് ദ പ്രിസൺ, വാസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദ മെഷീൻ. അപ്പോൾ ദ ഹാങ്മാന്, അതായത് ആരാച്ചാർ, ഒരു ഗ്രേ കളർ, അതായത് മുടിയൊക്കെ നരച്ചിട്ടുള്ള ഒരാളായിരുന്നു ആരാച്ചാർ എന്ന് പറയുന്നത്. അദ്ദേഹം പ്രിസൻ്റെ യൂണിഫോമൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു മെഷീന്, അതായത് ഈ ഒരു തൂക്കിക്കൊല്ലാനുള്ള മെഷീൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അറ്റ് എ വേർഡ് ഫ്രം ഫ്രാൻസിസ്. അപ്പോഴാണ് ഫ്രാൻസിസിൻ്റെ അടുത്തുനിന്ന് ഒരു വേർഡ് ഫ്രാൻസിസ് സംസാരിച്ചത്. ദ 2 words gripped the prisoner more closely and pushed him into the gallows and helped him climb up the ladder. അതായത് 2 warders വന്നിട്ട് ആ ഒരു പ്രിസണറെ സ്റ്റെപ്പ് കയറാൻ ഹെൽപ്പ് ചെയ്തു. ദെൻ ദ ഹാങ്മാൻ ക്ലൈംഡ് അപ്പ് ആൻഡ് ഫിക്സ്ഡ് ദ റോപ്പ് അറൗണ്ട് പ്രിസണേഴ്സ് നെക്ക്. എന്നിട്ട് എന്ത് ചെയ്തു, ആരാച്ചാർ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നമ്മളെ പ്രിസണറുടെ കഴുത്തിൽ കുരുക്കിട്ടു. വി വർ സ്റ്റാൻഡിങ് ജസ്റ്റ് 5 yards away. ഞങ്ങൾ അതിൽ നിന്ന് 5 അടി ദൂരെയാണ് ഞങ്ങൾ നിന്നിരുന്നത്. വെൻ ദ നോസ് വാസ് ഫിക്സ്ഡ്. അങ്ങനെ അവൻ്റെ കഴുത്തിൽ കുരുക്കിട്ടു. ദ പ്രിസണർ ബിഗാൻ ക്രൈങ് ഔട്ട് ഓൺ ഹിസ് ഗോഡ് സ്റ്റാൻഡിങ് റാം റാം. അങ്ങനെ ആ കുരുക്കിട്ട സമയത്ത് പ്രിസണർ കരയാൻ തുടങ്ങി, ദൈവത്തെ വിളിച്ചിട്ട് കരയാൻ തുടങ്ങി. എന്നിട്ട് എന്തൊക്കെയോ വിസ്പർ ചെയ്യുന്നുണ്ട്, അതായത് എന്തൊക്കെയോ മന്ത്രങ്ങൾ വിസ്പർ ചെയ്യുന്നുണ്ട്. രാം രാം എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങൾ വിസ്പർ ചെയ്യുന്നുണ്ട്. ദ ഡോഗ് മെയ്ഡ് എ ബാർക്കിംഗ് സൗണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആ ഡോഗ് എന്ത് ചെയ്യുന്നുണ്ട്, കുരക്കുന്നുണ്ട്. ദ ഹാങ്മാൻ കവേർഡ് ദ ഫേസ് ഓഫ് ദ പ്രിസണർ വിത്ത് എ സ്മോൾ ബാഗ്. ഒരു സ്മോൾ ബാഗ് എടുത്തിട്ട് എന്ത് ചെയ്തു, ആരാച്ചാർ ആ പ്രിസണറുടെ മുഖമൊക്കെ കവർ ചെയ്തു. ബട്ട് ദ സൗണ്ട് ഓഫ് ഹിസ് സ്റ്റാൻഡിങ് കുഡ് ബി ഹിയർഡ്. പക്ഷെ അപ്പോഴും എന്താണ്, ആ പ്രിസണറുടെ ഗോഡിനോടുള്ള ആ ഒരു കരച്ചിലിൻ്റെ സൗണ്ട്, അതായത് ആ ഒരു മന്ത്രം ജപിക്കുന്നതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാമായിരുന്നു. ദ ഹാങ്മാൻ ക്ലൈം ഡൗൺ ആൻഡ് സ്റ്റുഡ് റെഡി ഹോൾഡിങ് ദ ലിവർ. അങ്ങനെ ഹാങ്മാന്, അതായത് ഈ ആരാച്ചാർ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇവനെ എന്ത് ചെയ്യാൻ, തൂക്കിക്കൊല്ലാൻ. ദ മാൻ കണ്ടിന്യൂഡ് ചാൻറ്റിങ് റാം റാം. അങ്ങനെ ഈ ഒരു പ്രിസണർ അദ്ദേഹത്തിൻ്റെ മന്ത്രം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എവരി വൺ ഹാഡ് ചേഞ്ച്ഡ് കളർ. ആ സമയത്താണ് എല്ലാവരുടെയും മുഖത്തിൻ്റെ കളർ മാറാൻ തുടങ്ങിയത്. ഈച്ച് ക്രൈ വാസ് അനദർ സെക്കൻഡ് ഓഫ് ഹിസ് ലൈഫ്. അതായത് ഓരോ കരച്ചിലും അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മൊമെൻ്റാണെന്നാണ് പറയുന്നത്. വി വാണ്ടഡ് ദ തിങ് ടു എൻഡ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. സഡൻലി സൂപ്രണ്ടൻറ്റ് ഗാവ് ഓർഡേഴ്സ് ചലോ. അങ്ങനെ സൂപ്രണ്ടൻറ്റ് ഓർഡർ നൽകി, ചലോ എന്ന് പറഞ്ഞിട്ട് ഓർഡർ നൽകി. ദെർ വാസ് എ ക്ലാങ്കിങ് നോയ്സ് ആൻഡ് ദെൻ ഡെഡ് സൈലൻസ്. അപ്പോൾ ഒരു താഴേക്ക് പോകുന്ന ഒരു സൗണ്ട് മാത്രമേ കേട്ടതുള്ളൂ. അവിടെ ഒരു മരണത്തിൻ്റെ ഒരു നിശബ്ദത നിഴലിച്ചു. ദ പ്രിസണേഴ്സ് ആർ വാനിഷ്ഡ്. പ്രിസണർ ഈ ലോകത്തുനിന്ന് ഇല്ലാതായി. ഐ ലെറ്റ് ദ ഡോഗ് ഓഫ് ആൻഡ് ഇറ്റ് സൂൺ റാൻ ടു ദ ബാക്ക് ഓഫ് ദ ഗാലോസ്.
അങ്ങനെ ഡോഗിനെ ഞങ്ങൾ അഴിച്ചു വിട്ടപ്പോൾ ഡോഗ് ആ ഒരു തൂക്കുമരത്തിൻ്റെ അടുത്തേക്ക് പോയി. ദർ ഇറ്റ് സ്റ്റുഡ് ആൻഡ് ബാർക്ക്ഡ് ആൻഡ് ദെൻ മൂവ് ടു ദ ബാക്ക് ഓഫ് ദ യാർഡ് വേർ ദർ വർ ബീഡ്സ്. അങ്ങനെ ആ ഡോഗ് അവിടെ ചെന്നിട്ട് ഒരുപാട് കുരച്ചൊക്കെ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അത് ആ ഒരു ബാക്ക് ഓഫ് ദ യാർഡിലേക്ക് ആ ഡോഗ് പോയി. വി വെൻറ്റ് റൗണ്ട് ദ ഗാലോസ് ടു ഇൻസ്പെക്ട് ദ ബോഡി. അങ്ങനെ ഞങ്ങളെല്ലാവരും ആ ഒരു ഗാലോസിൻ്റെ അടുത്തേക്ക് പോയി, തൂക്കുമരത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ ബോഡി ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഹി വാസ് ഡാംഗ്ലിംഗ് വിത്ത് ഹിസ് ടോ പോയിൻറ്റഡ് സ്ട്രൈറ്റ് ഡൗൺവേർഡ്സ്. അവൻ്റെ കാലുകളൊക്കെ താഴേക്ക് പോയിട്ടുണ്ട്. വിത്ത് ഈ സ്റ്റിക്ക് ദ സൂപ്രണ്ടൻറ്റ് ടച്ച് ദ ബോഡി. സൂപ്രണ്ടൻറ്റ് അദ്ദേഹത്തിൻ്റെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ബോഡി ഒന്ന് ടച്ച് ചെയ്തു. ഹി സെഡ് ഹീസ് ഓൾ റൈറ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാം ശരിയായിട്ടുണ്ട്. ഹി ലുക്ക്ഡ് അറ്റ് ഹിസ് വാച്ച് ആൻഡ് സെയ്ഡ്. എന്നിട്ട് വാച്ച് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു ഇറ്റ് മീൻസ് പാസ് 8 വെൽ, ഇറ്റ് ഈസ് ഓൾ ഓവർ, താങ്ക് ഗോഡ്. എല്ലാം റാഹത്തായിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ദൈവത്തിനോട് നന്ദി പറയണം. ദ വാർഡേഴ്സ് മാർച്ച്ഡ് അവേ. അങ്ങനെ വാർഡേഴ്സ് പോയി. ദ ഡോഗ് ഓൾസോ മൂവ്ഡ് ഔട്ട്. ഡോഗ് പോയി. വി വാക്ക്ഡ് പാസ്റ്റ് ദ കണ്ടംപ്റ്റ് സെൽസ് വിത്ത് ദെയർ വെയിറ്റിംഗ് പ്രിസണേഴ്സ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. സെല്ലിലേക്ക് തിരിച്ചു പോയ സമയത്ത് അവിടെ ബാക്കിയുള്ള പ്രിസണേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ദ കോൺവിക്ട്സ് വെർ ഗെറ്റിംഗ് ദെയർ ബ്രേക്ക്ഫാസ്റ്റ്. അവരെന്ത് ചെയ്യാണ്, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ദ സാറ്റ് ഇൻ എ ലോങ് റോസ്, ഈച്ച് വൺ ഹോൾഡിങ് എ ടിൻ കപ്പ്. അവർ ഒരു റോ ആയിട്ടാണ് നിൽക്കുന്നത്, വരിയായിട്ടാണ് നിൽക്കുന്നത്. എന്തിനാണ്, അവർ ബ്രേക്ക്ഫാസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ടിൻ കപ്പൊക്കെ കയ്യിലുണ്ടായിരുന്നു അവരുടെ. 2 വാർഡേഴ്സ് വെർ ലീഡിങ് ഔട്ട് റൈസ് ഫ്രം എ ബക്കറ്റ്. അപ്പോൾ 2 വാർഡേഴ്സ് എന്ത് ചെയ്തു, ബക്കറ്റിൽ നിന്ന് റൈസ് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. വി ഫോർഗോട്ട് ദ ഹാങ്ങിങ് ആൻഡ് വി ഓൾ ബിഗാൻ ടോക്കിംഗ് ഹാപ്പിലി. ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ പിന്നീട് ആ തൂക്കിക്കൊല്ലുന്ന പ്രിസണറെ കുറിച്ചിട്ടൊക്കെ മറന്നു. ഞങ്ങൾ എന്ത് ചെയ്തു, നല്ല സന്തോഷത്തോടെ സംസാരിക്കാനൊക്കെ തുടങ്ങി. The Eurasian boy walking by my side said that when the prisoner, now dead, heard his appeal was dismissed, he pissed on the floor with fright. അപ്പോൾ ആ യൂറേഷ്യൻ ബോയ് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറയാണ്, അതായത് ആ മരിച്ച പ്രിസണർ, അതായത് അദ്ദേഹത്തിൻ്റെ അപ്പീൽ തള്ളിപ്പോയി എന്നറിഞ്ഞപ്പോൾ ആ സെല്ലിൽ വെച്ചിട്ട് മൂത്രം ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എന്നോട് പറയാണ്. ഹി ഓഫേർഡ് മീ എ സിഗരറ്റ് ഫ്രം ഹിസ് സിൽവർ കേസ്. എന്നിട്ട് ആ ബോയ് എനിക്ക് അവൻ്റെ സിൽവർ കേസ് എന്നൊരു സിഗരറ്റ് ഓഫർ ചെയ്തു. വിച്ച് ഹി ബോട്ട് ഫോർ 2 rupees 8 annas. അവന് 2 rupees 8 annasന് വാങ്ങിയതായിരുന്നു അത്. മെനി ലോഫ് നോട്ട് നോയിങ് വാട്ട് ദേ വർ ലോഫിങ് അറ്റ്. അത് കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു. പക്ഷേ എനിക്കറിയില്ല എന്തിനാണ് അവരെല്ലാവരും ചിരിക്കുന്നത് എന്നുള്ളത്. ഫ്രാൻസിസ് വാക്ക്ഡ് ബൈ ദ സൂപ്രണ്ടൻറ്റ്, ഹിസ് സൈഡ് ഓൾ പാസ്ഡ് സാറ്റിസ്ഫാക്ടറിലി. ഫ്രാൻസിസ് സൂപ്രണ്ടൻറ്റിനോട് പറഞ്ഞു എന്ത്, എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. ബട്ട് തിങ്സ് വർ നോട്ട് ദാറ്റ് ഈസി സംടൈംസ്. ചില സമയത്തൊന്നും അത്ര ഈസി ആവാറില്ല ഈ ഒരു ഹാങ്ങിങ് പ്രോസസ്സ്. അതായത് ചില പ്രിസണേഴ്സിനെ തൂക്കിക്കൊല്ലുന്ന സമയത്ത് ഇത്രയും കംഫർട്ടബിളായിട്ട് തോന്നാറില്ല. ദർ വർ കേസസ് വെൻ ദ ഡോക്ടേഴ്സ് ഹാഡ് ടു ഗോ ബിനീത്ത് ദ കാലോസ് ആൻഡ് പുൾ ദ പ്രിസണേഴ്സ് ലൈക്ക് മേക്ക് ഷുവർ ഹി വാസ് ഡെഡ്. ചില സമയങ്ങളിൽ ഈ തൂക്കിക്കൊന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പോയിട്ട് അവരുടെ കാലുകളൊക്കെ പുള്ള ചെയ്തിട്ട് നോക്കേണ്ടി വരും, എന്ത് മരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കേസിൽ എല്ലാം നന്നായിട്ട് നടന്നു എന്നാണ് പറയുന്നത്. ദ സൂപ്രണ്ടൻറ്റ് സെയ്ഡ് ഇറ്റ് വാസ് ബാഡ് വെൻ പീപ്പിൾ ഡിഡ് നോട്ട് ഡൈ ഫാസ്റ്റ്. അപ്പോൾ സൂപ്രണ്ടൻറ്റ് പറയണത് ആളുകൾ പെട്ടെന്ന് മരിച്ചില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഫ്രാൻസിസ് കണ്ടിന്യൂഡ്. എന്നിട്ട് ഫ്രാൻസിസ് പറഞ്ഞു ഇറ്റ് ഈസ് വേഴ്സ് വെൻ ദേ ബിക്കം സ്റ്റെബോൺ. One man clung to the bar of his cage. It took 6 warders to pull him off. അപ്പോൾ ഫ്രാൻസിസ് പറയണ ഒരു കേസിനെ കുറിച്ചിട്ട് പറയണം. അതായത് ഒരാൾ ഇങ്ങനെ തൂക്കിക്കൊല്ലുന്ന സമയത്ത് ഭയങ്കര വാശി പിടിച്ചിട്ട് അവൻ്റെ ജയിലിൻ്റെ സെല്ലിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചു വാശിയിൽ. അപ്പം അങ്ങനെ 6 വാർഡേഴ്സാണ് വലിച്ചിട്ടാണ് അവനെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയത് എന്നാണ് പറയുന്നത്. വി ടോൾ ഹിം ഹി വാസ് കോസിങ് എസ് ട്രബിൾ ബട്ട് ഹി വുഡ് നോട്ട് ലിസൺ. ഞങ്ങൾ അവനോട് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന്. പക്ഷേ അവന് അതൊന്നും കേട്ടില്ല. ഹി വാസ് വെരി ട്രബിൾസം. അവന് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്. ഐ ലോഫ് ലൗഡ്ലി സോ ഡിഡ് അതേഴ്സ്. അത് കേട്ടത് ഞാൻ എന്ത് ചെയ്തു, ഭയങ്കര ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. ബാക്കിയുള്ളവരും അത് കേട്ട് ചിരിക്കാൻ തുടങ്ങി. ദ സൂപ്രണ്ടൻറ്റ് സെയ്ഡ് ഹി ഹാഡ് എ ബോട്ടിൽ ഓഫ് വിസ്കി ഇൻ ദ കാർ ആൻഡ് ഹി ഇൻവൈറ്റഡ് അസ് ടു ജോയിൻ ഹിം ഇൻ എ ഡ്രിങ്ക്. സൂപ്രണ്ടൻറ്റ് ഞങ്ങളോട് പറഞ്ഞു കാറിലൊരു വിസ്കി ഉണ്ട്, എല്ലാവർക്കും കൂടെ അത് കഴിക്കാമെന്ന് പറഞ്ഞു. വി വെൻറ്റ് ഔട്ട് ഇൻ ടു ദ റോഡ്. അങ്ങനെ ഞങ്ങൾ റോഡിലേക്ക് പോയി. ദ മജിസ്ട്രേറ്റ് സഡൻലി എക്സ്ക്ലൈംഡ് പുള്ളിങ് അറ്റ് ഹിസ് ലെഗ്സ് ആൻഡ് ലോഫ് ലൗഡ്ലി. മജിസ്ട്രേറ്റ് പെട്ടെന്ന് ആശ്ചര്യത്തോടെ പറഞ്ഞു പുള്ളിങ് അറ്റ് ഹിസ് ലെഗ്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ചിരിച്ചു. വി ടു ലോഫ്ഡ്. എല്ലാവരും കൂടെ ചിരിച്ചു. അറ്റ് ദാറ്റ് ടൈം ദ സ്റ്റോറി ഓഫ് ഫ്രാൻസിസ് സൗണ്ടഡ് ഫണ്ണിയർ. ആ സമയത്താണ് ഞങ്ങളെല്ലാവരും ഓർത്തത് എന്ത്, ഫ്രാൻസിസ് പറഞ്ഞ ആ ഒരു കാര്യം ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളതായിരുന്നു എന്നുള്ളത്.
വി ഓൾ ഹാഡ് എ ഡ്രിങ്ക് ടുഗദർ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഡ്രിങ്ക് ചെയ്തു. നാറ്റീവ്സ് ആൻഡ് യൂറോപ്യൻസ് ടുഗദർ. അവിടുത്തെ നാറ്റീവ്സും യൂറോപ്യൻസും എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഡ്രിങ്ക് ചെയ്തത്. ദ ഡെഡ് മാൻ വാസ് 100 yards away. ആ ഒരു മരിച്ച പ്രിസണർ 100 yards away ആയിരുന്നു ആ സമയത്ത് എന്നാണ് പറയുന്നത്. ഓക്കെ, ടുഡേ ഐ കൺക്ലൂഡ് my topic. Thank you for watching our video. If you are interested, please subscribe, comment, share, like. Thank you.